खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी, वो अमन वो चमन का नजारा, वो अमन वो चमन का नजारा। ओ खुदाया लौटा दे कश्मीर दोबारा, ओ खुदाया लौटा दे कश्मीर दोबारा। मेरी रूह की तस्वीर मेरा कश्मीर, ओ खुदाया लौटा दे कश्मीर दोबारा, ओ खुदाया लौटा दे कश्मीर दोबारा। അയ്യോ നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ. കൈയൊക്കെ വേദന, എല്ലൊക്കെ വേദന എടുക്കുന്നത്. ഭയങ്കര തണുപ്പ്. ആക്ച്വലി ഞങ്ങൾ ഗ്ലൗസ് ഒന്നും എടുത്തില്ല, എല്ലാം ബാഗിൻ്റെ അകത്താണ്. അയ്യോ സൂപ്പർ തണുപ്പ്, സൂപ്പർ തണുപ്പ്. ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഫസ്റ്റ് ഡേ ഇൻ കാശ്മീർ ഇൻ ശ്രീനഗർ. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. സോ ദിസ് ഇസ് ഹോട്ടൽ അദൂസ്. ഇത് ഒരു ഫേമസ് ഹോട്ടലാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് ആണ്. ഇത് ഓവർ 100 years ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങളുടെ റൂം 1 o'clock, ആക്ച്വലി 2 o'clock ചെക്ക് ഇൻ. പക്ഷേ അവർ 1 o'clock തരാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഫുൾ ഫിൽഡായത് കാരണം. സോ അതുവരെ ഞങ്ങളുടെ അടുത്ത് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ലെറ്റ്സ് ഗോ ടു ദ റെസ്റ്റോറൻറ്റ്. ഇതിനകത്ത് വലിയ തണുപ്പില്ല. ഈ വെയിൽ കാണുമ്പോൾ കൊതിയാണ് ആക്ച്വലി. നല്ല അസൽ തണുപ്പ്. റെസ്റ്റോറൻറ്റ് കൊള്ളാം. റെസ്റ്റോറൻറ്റ് അകത്ത്, പക്ഷേ അകത്ത് തണുപ്പില്ല. എനിക്കറിയില്ല, ഗ്യാസ് കിട്ടില്ല, പക്ഷേ പുറത്തുനിന്നുള്ള തണുപ്പാണ്. കൈയൊക്കെ ഉണ്ടല്ലോ വേദന എടുക്കുക. അതുകൊണ്ടാണ് എല്ലാവരും ഗ്ലൗസ് ഇടുന്നത്. ഗ്ലൗസൊക്കെ പെട്ടിയുടെ അകത്താണ്. റൂമിൽ കയറാൻ പറ്റില്ല. പെട്ടി തുറക്കാം, നമുക്ക് റെസ്റ്റ് ചെയ്യാൻ അവിടെ ഒരു ഏരിയ ഉണ്ട്. പക്ഷെ സൺഡേ കടകളൊക്കെ അടച്ചിട്ടേക്കാണ്. അതുകൂടെ 10 മണി കഴിയുമ്പോഴാണ് സൺഡേ ബസാറുകൾ. സൺഡേ തുറക്കുന്ന കടകൾ മാത്രം തുറക്കും. അപ്പോൾ അത് കാരണം ഷോപ്പിംഗ് ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വിശക്കുന്നുണ്ട്. നല്ല തണുപ്പ്, നല്ല സുഖം. ഉറക്കം പോയി. ഈ തണുപ്പ് കിട്ടിയപ്പോഴേക്കല്ലേ ഉറക്കം പോയി. എന്തായാലും പക്ഷെ വിശക്കുന്നുണ്ട്. പിന്നെ ഈ ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ബോഡി കുറച്ച് ഹീറ്റാണ്. പിന്നെ ബാക്കി ഞാൻ ഫുഡ് കാണിച്ചു തരാം കേട്ടോ. എന്താണ് ആക്ച്വലി റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെയാണ്. ഇപ്പോൾ സമയം 8:50 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫേമസ് കാശ്മീരി കാവാ ടീ. കുറേ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ. അപ്പോൾ അത് സ്മെല്ലൊരു എന്താ പറയുക, സാഫ്രൻ്റെ ഒക്കെ
ഒരു സ്മെൽ. ഇതിൻ്റെ അകത്ത് വെറും ഹണിയും തന്നിട്ടുണ്ട്, അത് ഇടണമെന്ന് അറിയില്ല, കുടിച്ച് നോക്കട്ടെ. ഒരു നമ്മൾ ഈ മസാല ചായ അങ്ങനെയൊക്കെ കുടിക്കില്ലേ, അതിൻ്റെ ടേസ്റ്റ് അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ടീ. എനിക്ക് കുറച്ച് മധുരം വേണം, ഹണി ഇടാൻ. അപ്പം ഞാൻ ഹണി അല്ലെങ്കിൽ ഷുഗർ ഫ്രീ, നോർമൽ ഷുഗറാണോ അല്ല, പിന്നെ വെറുതെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതാണ്. പക്ഷെ കാര്യമില്ല, എന്തായാലും ഹെൽത്തൊന്നും നോക്കിയിട്ട് കാര്യമില്ല. സോ നമ്മൾ നോർമൽ ഷുഗർ ചെയ്യോ. ആക്ച്വലി ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഷുഗർ ഇടേണ്ട ആവശ്യമേ ഇല്ല സത്യം പറഞ്ഞാൽ. ഷുഗർ ഇഷ്ടം, അല്ലെങ്കിൽ ഷുഗർ ഇല്ലാതെ കുടിക്കുന്നവർക്കൊക്കെ ഇത് ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ഇട്ടത്. ഇതിൻ്റെ അകത്ത് ബദാം പീസസ് ഉണ്ട്, കണ്ടോ? കാണാൻ പറ്റില്ല അല്ലേ? ബദാം ഉണ്ട്, സാഫ്രൺ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഒരു ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനമാണ്, നാട്ടിലൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ഒത്തൻറ്റിക് കാവ. ഓക്കെ, ഇനി നോക്കാം വിത്ത് ഷുഗർ. മച്ച് ബെറ്റർ. How is it? अच्छा, बहुत अच्छा, बहुत फेमस है ना. ठीक है, मैं सर्व कर दूँ? है ना. Thank you. Thank you. So ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ച് ആൻഡ് ദി ഒത്തൻറ്റിക് ഫ്രം കശ്മീർ. ഒന്ന് കഴിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി 1 മണിക്ക് ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുവരെ പോസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇതാണ് വെയിറ്റിംഗ് ഏരിയ, ഇവിടെയാണ് ഇരിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം വെയിൽ കുറച്ചും കൂടി വന്നതിന് ശേഷം പുറത്തൊന്ന് നടക്കാൻ പോവാം. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം, പിന്നെ അടുത്ത് കടകളിലൊക്കെ കയറി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയം വാട്ട്സ് ഇൻ അവർ ബാഗ് ചെയ്യാമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വല്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പോൾ ഈ വീഡിയോ എൻ്റെ ഷോർട്സിലുണ്ടാവും, അപ്പോൾ അതിൽ പോയി കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ റൂമിൽ പോസ്റ്റായിരുന്നല്ലോ, അപ്പോൾ തൊപ്പി ഗ്ലൗസൊക്കെ എടുത്ത് ഇറങ്ങി. കാരണം കണ്ടോ, വെയിലുണ്ട് പക്ഷേ തണുപ്പുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് നടന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ബ്രോഡ്വേയിലൊക്കെ കാണുന്ന പോലെ, പാളയം മാർക്കറ്റ് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തൊക്കെ കാണുന്ന പോലെ കുറച്ച് സ്ഥലമാണ്. ആ അറ്റത്ത് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഫോറിൻ ലുക്കല്ലേ, മരം അങ്ങോട്ടാണ് നടക്കുന്നത്. ഇവിടെ ഒരു അതെ, ആദ്യം കുറച്ച് നേരം വെയിലത്ത് നടക്കട്ടെ. ഞാൻ ഒരു കയ്യിൽ ഗ്ലൗസ് ഇട്ടുള്ളൂ, കാരണം ഫോൺ ക്യാമറ ഓണാക്കാനും ഹാൻഡിൽ ചെയ്യാനും. ഈ ചെരുപ്പ് ഇവിടെ നിന്ന് വാങ്ങിക്കാമായിരുന്നു, നമ്മളത് ഓൺലൈൻ വാങ്ങിച്ചില്ല. തണുപ്പുണ്ട് മക്കളെ, തണുപ്പുണ്ട്. ഷോളുകൾ അതുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ വെറുതെ കയറാം, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എന്തൊക്കെയുള്ളത് നോക്കാം. കൊള്ളാട്ടോ, ഇതൊരു വലിയ സൂപ്പർ മാർക്കറ്റാണ്. പക്ഷേ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ജാക്കറ്റും തൊപ്പി എല്ലാ വിൻ്റർ വെയർ, തെർമൽ. ഇവിടെ തെർമൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഗ്ലൗസ് ഒക്കെ ഉണ്ട്. നൈസ് സ്വെറ്റ് ഷർട്ട്സ്. ഇത് വാട്ടർ പ്രൂഫാണോ? കൊള്ളാട്ടോ, ഇതൊരു നല്ലൊരു കടയാണ്.
ഇതാ കാവയുടെ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഞങ്ങൾ താമസിക്കുന്നുണ്ട് തൊട്ടടുത്തായത് കാരണം ഇപ്പോൾ വാങ്ങിക്കണ്ട, നമുക്ക് പിന്നെ വരാം. മുകളിൽ എനിക്ക് തോന്നുന്നു സ്കിൻ കെയർ, ബോഡി കെയർ, ബ്യൂട്ടി, കോസ്മെറ്റിക്സ് സാധനങ്ങളൊക്കെയാണ്. ഓ കൊള്ളാം. ഹായ്, എൻ്റെ അമ്മേ, ഇത്രയും വലിയ ഷോറൂം ഞാൻ ഇവിടുത്തെ ഇത് കണ്ടോ, എത്ര ഷാംപൂവിൻ്റെ ഒരു സെക്ഷനാണ് കാണുന്നത്. ഇതൊക്കെ ഞാൻ ലുലു പോലും കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും ഓപ്ഷൻസ്. ഓക്കെ, അപ്പം ഞങ്ങളുടെ റൂം കിട്ടി. ദിസ് ഈസ് ആ റൂം 102. ബാത്റൂം. ഹായ്, ബാത്റൂമിൽ കയറുമ്പോൾ നല്ല ചൂട്. ആൻഡ് പെട്ടിയൊക്കെ ഞങ്ങൾ നേരത്തെ വെച്ചു കേട്ടോ. അതാ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം, നല്ല കംഫർട്ടബിൾ റൂമാണ്. വെയിൽ കാണുമ്പോൾ തന്നെ സന്തോഷം. ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ലേക്ക് വ്യൂ ആണ്. ആഹാ, ഇത് ആക്ച്വലി ഇതിൻ്റെ നേരെ താഴെയാണ് റെസ്റ്റോറൻറ്റ്. ഇനി കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങണം. ഉറങ്ങിയിട്ടില്ല, 12 മണി. വിശക്കണമൊന്നുമില്ല, രാവിലെ കഴിച്ചതാണല്ലോ. ഒന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി എഴുന്നേറ്റിട്ട് വേണം, ലഞ്ച് കഴിച്ചിട്ട് വേണം പിന്നെ നമ്മുടെ പ്രോപ്പർ ശ്രീനഗർ വിസിറ്റ് ചെയ്യാനായിട്ട്. ദാൽ ലേക്കും ഷിക്കാര റൈഡും സംഭവങ്ങളും പിന്നെ വേറെ ഏതൊക്കെയോ പരിപാടികളുണ്ട്. ഞങ്ങളുടെ ക്യാബ് ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ എത്രയും റെസ്റ്റ് എടുക്കുന്നോ അത്രയും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നിങ്ങളൊന്നും പേടിക്കേണ്ട, എല്ലാം ഞാൻ നോക്കുന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ഇതൊരു വേൾഡ്, ഇതെന്താ സംഭവം? ഈ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് കൊള്ളാല്ലേ, എന്തോ ഒരു സെറ്റപ്പാണ്, എന്താണെന്ന് മനസ്സിലായില്ല. എനിവേ, ഈ ഏരിയ ആക്ച്വലി കൊള്ളാം. എനിക്കൊന്ന് വൈകുന്നേരം ഇറങ്ങി നടക്കാൻ. അവിടെ ഒരു പാർക്കുണ്ട് കണ്ടോ, കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, സൂപ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡിയായി. ഇപ്പോൾ സമയം 2:30 ആണ്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു ഉറങ്ങി. ഞാൻ ഒരു വൂളൻ കുർത്തി പിന്നെ ജാക്കറ്റ് ഇട്ടു, കാരണം തണുപ്പുള്ളത് കാരണം. ഒരു കമ്മലൊക്കെ ഇട്ടൊരു ട്രഡീഷണൽ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ എന്തോ ഒരു ലുക്കിലാണ്. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരു കാശ്മീരി ചായ. ഓക്കെ, അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിട്ട് ഇപ്പോൾ ടൈം 2:45. പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് ഫുള്ളാണ്. എനിക്കതിന് മുടി ഇഷ്ടപ്പെട്ടു, നല്ല സിൽക്കി ആയിട്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. എനിക്ക് ഉറക്കം മതിയായിട്ടില്ല. പക്ഷേ വി ഹാവ് എ ചോയ്സ്. കാരണം ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ വിളിച്ചു, കാരണം പുള്ളി കുറേ സാധനങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എല്ലാം ഒന്നും നടന്നില്ലെങ്കിലും ഷിക്കാര റൈഡ് ബിഫോർ ഡാർക്ക് ആവുന്നതിന് പെട്ടെന്ന് ഇവിടെ ഇരുട്ടാവും. അപ്പോൾ ഡാർക്ക് ആവുന്നതിന് മുന്നേ ഷിക്കാര റൈഡ് പോകണം, കാരണം അത് ഷൂട്ട് ചെയ്യണം. പിന്നെ എനിക്ക് ഷിക്കാരയിൽ യൂസ് ചെയ്യണം ആഗ്രഹമുണ്ട്. അല്ല, അതൊക്കെ നടക്കുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല. ഒരു താലി ഉണ്ട്, പക്ഷെ താലി അത് ഒരാൾക്കത് ഭയങ്കര ഹെവിയാവും. ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷെയർ ചെയ്യാനുള്ളത് ക്വാണ്ടിറ്റിയും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ മിക്കവാറും ഞങ്ങൾ കാശ്മീരി പുലാവും മട്ടൻ റോബിൻ ജോഷും ഇവിടുത്തെ ഭയങ്കര ഫേമസ് സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമാണ് നോക്കുന്നത്. എനിക്കപ്പോൾ ഫുഡ് വന്നിട്ട് കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഇതാ വന്നു. ദിസ് ഈസ് ദ ഫേമസ് മട്ടൻ റോഗൻ ജോഷ് ആൻഡ് ഇതാണ് കാശ്മീരി പുലാവ്. ആക്ച്വലി നമ്മൾ കാശ്മീരി പുലാവ് എന്ന് പറഞ്ഞപ്പോൾ റൈസ് മാത്രമാണെന്ന് പ്രതീക്ഷിച്ചത്, പക്ഷേ ഇതിൻ്റെ അകത്ത് പനീറുണ്ട്, മട്ടനുണ്ട്, ചിക്കനുണ്ട്, എഗ്ഗ് ഉണ്ട്. ആക്ച്വലി ഇത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. സോ വി ഹാവ് എ ലോട്ട് ടു ഈറ്റ്. പിന്നെ ഇത് കൂടാതെ എക്സ്ട്രാ 2 ചട്നി കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ഇനി കഴിക്കട്ടെ.
സോ ഇതാണ് നമ്മുടെ സാധനം. നല്ല ഹെവിയാണ്, അത്യാവശ്യം നല്ല സ്പൈസിയാണ്. കാശ്മീർ പുലാവ്, മട്ടൺ ജ്യൂസ്, ഇതൊരു സ്പെഷ്യൽ ചട്നി. പുലാവ് ട്രൈ ചെയ്ത് ബിരിയാണി ഒക്കെ കഴിക്കുന്ന പോലെ എല്ലാം ഉണ്ട്. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇതിലെല്ലാം സാധനം ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. രക്ഷയില്ലാത്ത ഈ ചട്നി ഇതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്യാം. ഇത് അടിപൊളി. പുളിയും എരിവും മധുരവും എല്ലാം കൂടെ ഉള്ളൊരു. ഈ ഓറഞ്ച് കണ്ടിട്ട് എനിക്ക് അത്ര ലുക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അതും അടിപൊളി. എല്ലാ സാധനം അടിപൊളി. എരിവുണ്ട്, സ്പൈസി, പക്ഷെ സാധനം പുറത്തിറങ്ങിയപ്പോഴേക്കും തണുപ്പുണ്ട്. സോ ജാക്കറ്റ് എടുത്തത് നന്നായി. ഇതാണ് സൺഡേ മാർക്കറ്റ്. ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. ഹായ് കാശ്മീരി കുർത്തികൾ, എല്ലാ സാധനങ്ങളുണ്ട്. സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലം. അതൊരു ഭാഗ്യമാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ കറക്റ്റ് സെൻറ്റർ ഓഫ് ശ്രീനഗർ ആയതുകൊണ്ട് എല്ലാം ആക്സസിബിൾ ആണ്. അവിടെ പ്ലീസ് നോണ്ടല്ലേ ക്യാമറ പാടില്ലെന്നും പറയുന്നില്ലല്ലോ. ഓക്കേ, അപ്പോൾ ഇതെന്തോ ഒരു എന്താ ഇത്, എന്തോ പരിമഹൽ ഗാർഡൻ എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. ഇത് ആക്ച്വലി ഈ സമയമായതുകൊണ്ടാണ് വരണ്ടിരിക്കുന്നത്. ഇതാ കാണുന്നതാണ് ദാൽ ലേക്ക്. നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു 5 ഒക്കെ ആകുമ്പോൾ സൺസെറ്റ് എടുക്കാറാകുമ്പോഴേക്കും അങ്ങോട്ട് പോകും. വി വിൽ ഗോ ഫോർ ദ ഷിക്കാര റൈഡ്. നല്ല സീനിക് ബ്യൂട്ടി. ദാലിലേക്ക് ഇത്ര വലുതാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. ഇവിടെ നമ്മുടെ മറ്റേ ഈ സംഭവമുണ്ട്, കാശ്മീരി ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ആൻഡ് ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. ചലി ചലോ ചലി ചലോ. ഇപ്പോഴത്തെ തണുപ്പ് അഡ്ജസ്റ്റബിൾ ആണ്, മേ ബി ബിക്കോസ് ജാക്കറ്റ് ഇട്ടത് കൊണ്ടായിരിക്കാം. പക്ഷേ എന്നാലും ഈ കല്ലുമ ഞാൻ ഒന്ന് തൊട്ടതാണ്. കല്ലൊക്കെ ഐസ് പോലെ ഇരിക്കുന്നു. നോക്കിയേ, ഫുൾ ക്രിസ്മസ് ട്രീകൾ, പൈൻ ട്രീയും കോൺഫ്ലവേഴ്സ് ഒക്കെ ഫുൾ ഓഫ് ക്രിസ്മസ് ട്രീ. അപ്പം ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി. ദൂരെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നല്ല, മഞ്ഞ് കണ്ടോ. ഞങ്ങൾ ആക്ച്വലി ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഫുൾ മഞ്ഞ് കവർ ചെയ്ത മലകളായിരുന്നു. ദാൽ ലേക്കിൻ്റെ ഒരു കുറച്ചൊരു നല്ല വ്യൂ ആണ്. ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് ഇസ് മുഗൾ ഗാർഡൻ ചഷ്മഷാഹി. ഇതിൻ്റെ കഥ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതും പരിമഹലിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ സ്റ്റോറി ഞാൻ ഗൂഗിളിൽ തപ്പിയതിന് ശേഷം വോയിസ് ഓവറായിട്ട് ഇട്ട് തരാം. ഇവിടെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് കേട്ടോ. ഫിക്സ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നല്ല കത്തിയായിരിക്കും എന്നാണ് അർത്ഥം.
എന്തായാലും നമ്മളിവിടെ നിന്ന് ഷോപ്പ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ലെറ്റ്സ് ഗോ ദേർ. ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. ഓക്കെ. എനിക്ക് ആക്ച്വലി ഇവിടെ പോകണമെന്നല്ല ആഗ്രഹമില്ല. പിന്നെ അവർ എന്താ എഗെയിൻ ഇതും സ്പ്രിങ് ടൈമിലൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. മുഗൾ എംപറർ ഷാജഹാൻ്റെ മൂത്ത മോനായ ദാരാ ഷിക്കോവിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഗാർഡനാണ് ചഷ്മഷാഹി എന്ന് വെച്ചാൽ റോയൽ സ്പ്രിങ്സ്. ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി. സ്പ്രിങ് ടൈമിൽ നല്ല ഫുൾ ഗ്രീനായിട്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അയ്യോ കിതയ്ക്കാൻ തുടങ്ങി. മുകളിൽ കയറണോ? നല്ല തളർന്നു. ഐ മീൻ ഈ സെയിം സാധനം തന്നെയാവോ? സത്യമായിട്ടും വേണോ? കയറണോ? കയറണ്ടാവും. അയ്യോ അതിൽ നിന്ന് ഡാം തുറന്നു വരുന്നത് പോലെ വെള്ളം വന്ന് ഫൗണ്ടൻ്റെ അങ്ങോട്ട് വരും. അയ്യോ സീരിയസ്ലി എനിക്ക് അങ്ങോട്ട് പോകാൻ യാതൊരു ആഗ്രഹവുമില്ല. പക്ഷേ ഭർത്താവ് എന്നെ കൊണ്ടുപോകുന്നു. പോണോ? അയ്യോ. ഓക്കെ, അപ്പോൾ പടി കയറിയിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് ഇനി വരാം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഷിക്കാര റൈഡിൻ്റെ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ ഫേമസ് ഷിക്കാര റൈഡിൽ കയറി. എൻ്റെ ഡ്രസ്സും ഇതിൻ്റെ ബോട്ടിൻ്റെ സാധനങ്ങളും മാച്ച് ചെയ്യും. ഇവിടെ ഭയങ്കര കത്തിയാണ്. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് 1600 വാങ്ങിച്ചു. അതും കൂടുതലാണോ? ഇവിടിങ്ങനെ കാവയും ചോക്ലേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട് തരും. ഇവരിങ്ങനെ കൊണ്ടുവന്ന് തരും നമുക്ക്. ഷിക്കാര ട്രാഫിക് ബ്ലോക്കായി. ഷിക്കാര ഫുൾ ഓഫ് ഷിക്കാരാസ്. ഇതൊരു ജംഗ്ഷൻ. നമ്മളിങ്ങനെയാണോ വന്നത്? ആണല്ലേ? അല്ല, നമ്മൾ വന്ന വഴിയല്ല, പോകുന്ന വേറെ വഴിയാണ്. മുഗൾ ക്രിയേഷൻസ്. എനിക്ക് കൂടുതലും ഒരു യെല്ലോ കളർ ഷെയ്ഡിൽ വരുന്ന ഷിക്കാരാസാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ പല ഡിസൈനിലുള്ളതും പല കളറിലുള്ളതും ഉണ്ട്. കാശ്മീർ വരുമ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നല്ല ഐസ് വെള്ളം. സോ ഇതൊക്കെ പശ്മീന എന്നൊക്കെ പറയുന്നു. പക്ഷേ സത്യത്തിൽ യാതൊരു വിശ്വാസമില്ല. അപ്പോൾ ഇവർ പറയുന്ന ഈ ഷിക്കാരച്ചേട്ടൻ പറഞ്ഞത് ഇത് 200 സ്റ്റാർട്ടിങ് ഉണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരും. നമ്മളപ്പോൾ എല്ലാവരോടും നെയ് ചായി ഭയ്യ നെയ് ചായി എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിടുക. പാവങ്ങൾ വെയിലടിച്ചിട്ട് കണ്ണിനൊരു രക്ഷയില്ല. ഹോട്ടൽ ലീനയാണോ? ലീന. അയ്യോ നിങ്ങൾക്ക് കാണില്ലേ? ഹോട്ടൽ ലീന. കണ്ട സൂര്യൻ. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇതെല്ലാം ഫ്ലോട്ടിംഗ് ബിൽഡിങ്സ് ആണ്. ഇതെല്ലാം സോ വേണമെങ്കിൽ ഇവർ നിർത്തിത്തരും. പക്ഷേ സംഭവം എന്താ വെച്ചാൽ നമ്മളൊരു 1 hourനുള്ള ഇതാണല്ലോ ഇപ്പോൾ ബാർഗെയിനൊക്കെ ചെയ്തെടുത്തത്. അപ്പോൾ ഇവിടെ നിർത്തി ടൈം കളയാനായിട്ട് തൽക്കാലം നിൽക്കുന്നില്ല. പിന്നെ ഭയങ്കര റേറ്റും ആയിരിക്കും, അതും വേറെ കാര്യം.
എന്താ വെയിൽ പോയപ്പോൾ നല്ല സുഖമുണ്ട്. ഇപ്പോൾ നല്ല രസമുണ്ട് സാധനം കാണുമ്പോൾ. എനിക്ക് വാങ്ങിക്കാനൊക്കെ പുതിയാവുന്നുണ്ട്, പക്ഷെ നല്ല കുറേ ഉണ്ട് കേട്ടോ. ഇങ്ങനെ അറ്റം വരെ. ഇതൊക്കെ ഹൗസ് ബോട്ട്സ് ആണ്, ഫ്ലോട്ടിംഗ് ഹൗസ് ബോട്ട്സ്. ആക്ച്വലി ഇത് കോൺക്രീറ്റ് വീടുകൾ തന്നെയാണല്ലോ, അത് ബോട്ടൊന്നുമല്ല. പക്ഷെ ആ ബോട്ടിൻ്റെ ഒരു ഷേപ്പിൽ ഒക്കെ പണിതേക്കുന്നത് കൊണ്ടാണ് ഇതിന് ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. കുറേ പേരിങ്ങനെ ഹൗസ് ബോട്ട് സ്റ്റേ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല വെയിൽ, ചുട്ട വെയിൽ. അങ്ങനെ ഞങ്ങളുടെ ഷ്കാര റൈഡ് ഇസ് കമ്മിങ് ടു ആൻ എൻഡ്. സോ ഞങ്ങൾ വൈകുന്നേരം, ഇപ്പോൾ സമയം 6:15, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് നടന്ന് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ച് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം, ഇവിടെ തൊട്ടടുത്ത് സിറ്റി മോൾ എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് കറങ്ങണമെങ്കിൽ വേണമെങ്കിൽ ആ സിറ്റി മോളിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ സിറ്റി മോളിൽ പോയി നോക്കാം, പിന്നെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ നോക്കാം എന്ന് വിചാരിക്കും. ചായക്കട തപ്പി നടക്കാണ്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഇവിടുത്തെ പട്ടികളെ കണ്ടാൽ നല്ല തിക്ക് ഫർ ഉള്ള പട്ടികളാണ്. നല്ല പട്ടി, ഇത് ഇഷ്ടപ്പെട്ടത് കണ്ടോ. നല്ല ഗുണ്ടുമണി പട്ടികളാണ് എല്ലാവരും. ഇതൊക്കെ സൺഡേ മാർക്കറ്റാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പൂട്ടും, ഇന്നത്തെ മാത്രം സ്പെഷ്യലാണ്. നാളെ കഴിഞ്ഞാൽ ഈ കടകൾ ഫുൾ ഓപ്പൺ ആയിരിക്കും, പിന്നെ ഇവിടെ അതിൻ്റെ തിരക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നടന്നിട്ട് ഞങ്ങൾക്ക് ചായക്കട ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടക്കാൻ പോവാം. ഹോട്ടലിൽ അവിടെ നിന്ന് ബാക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കുറേ ഷോപ്പിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി നോക്കാം. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കട കണ്ടിട്ട്, ഒരു സ്വീറ്റ് ഷോപ്പും അതിൻ്റെ മുകളിൽ ചായ കോഫിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിശപ്പുള്ള കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, പാനിപ്പൂരി ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് കാണിക്കാൻ വലിയ സ്റ്റൈലിലൊക്കെ കഴിച്ച് നോക്കിയതാണ്, പക്ഷേ അത് നല്ല സൈസിട്ടായിരുന്നു പാനിപ്പൂരിക്ക്. അപ്പോൾ ഫുൾ ചളം കുളമായി. പക്ഷേ രണ്ടാമത് കഴിച്ചപ്പോൾ ഞാൻ മര്യാദയ്ക്ക് കഴിച്ചു കേട്ടോ. പാനിപ്പൂരി കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു കോഫിയും മനു ഒരു മസാല ചായയും പറഞ്ഞു. കോഫി നോക്കി നല്ല രസമുണ്ട്, ഭയങ്കര തിക്ക് ക്രീമി ഒരു ക്യാപ്പച്ചിനോ അല്ല, അതിനെക്കാട്ടിലും നല്ലതായിട്ടാണ്, സൂപ്പർ കോഫി. അപ്പോൾ ഞാൻ കോഫി കുടിച്ചിട്ട് ബാക്കി ഇനി റൂമിലെത്തി റെസ്റ്റിംഗ് ആണ് അടുത്ത പരിപാടി. ഞങ്ങളുടെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി അദൂസ്. സോ ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒന്നുകൂടി പുറത്തേക്ക് ഇറങ്ങണം. അതായിരിക്കുന്നില്ല, അതാണ് ഞങ്ങളുടെ നാളത്തേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. നാളത്തേക്കുള്ള ഡ്രസ്സെല്ലാം ഇപ്പോഴേ സെറ്റ് ചെയ്യുന്നത്, കാരണം നാളെ രാവിലെ 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അത് കാരണം പുറത്ത് പോയി ഡിന്നർ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് മടിയായതുകൊണ്ടും പിന്നെ പുറത്ത് ഇവിടെ പോകാനായിട്ട് ഇവിടുത്തെ ഞങ്ങൾക്ക് ആക്ച്വലി കണ്ടപ്പോൾ തന്നെ പേടിയായിരുന്നു. പറഞ്ഞാൽ റോഡിലൊന്നും അധികം ആൾക്കാരില്ല, പിന്നെ അവിടെ ഇവിടെയൊക്കെ പട്ടാൾക്കാരും പോലീസുകാരൊക്കെ തോക്ക് പിടിച്ച് നിൽക്കുക. അപ്പോൾ അത് കാരണം ഞങ്ങൾ റൂം സർവീസ് ഓർഡർ ചെയ്തു. ഫുഡ് നാനും മുട്ടക്കറിയും പിന്നെ ചട്നിയും ഇതൊക്കെ കോംപ്ലിമെൻ്ററി, പിന്നെ ഞങ്ങൾക്ക് അവർ കോക്കും കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വ്ളോഗ് Day 1 in Kashmir തീരാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.